കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും കനത്ത പോളിംഗ് ആണ് ഇപ്രാവശ്യം നമ്മൾ കണ്ടത്. ഇതിൽ ജനങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ പോളിംഗ് ശതമാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. നമ്മൾ നടത്താൻ പോകുന്ന ഈ പ്രവചനം ഏതെങ്കിലും രീതിയിൽ ശരിയാകുമെന്നുള്ള 100% വിശ്വാസം ഒരിക്കലും നമുക്കില്ല. എന്നാൽ പോലും 90% ഇതായിരിക്കും ഫലം എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. 2026 കേരള അസംബ്ലി തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളിൽ ഒന്നാണ് ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 78.20% പോളിംഗ് ആണ് കേരളത്തിൽ ഉണ്ടായത്. വലിയ രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് 78.20% എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ഉയർന്ന സ്ഥിതിക്ക് ചില ചോദ്യങ്ങളും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ പോളിംഗ് ആർക്കാണ് അനുകൂലം? ഈ പോളിംഗ് കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടം തന്നെ മാറ്റിക്കളയുമോ? ചില ആളുകൾ പറയുന്നു UDF തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അങ്ങനെയല്ല. ഉണ്ടാകാൻ പോകുന്നത് UDF തരംഗമല്ല, UDF സുനാമിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. എന്നാൽ ചിലരൊക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നുണ്ട് LDFന് ഭരണ തുടർച്ച കിട്ടുമെന്നൊക്കെ. എന്ത് കണ്ടിട്ടാണെന്നറിയില്ല, അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആളുകളുമുണ്ട്. മറ്റു ചിലർ അക്കൗണ്ട് തുറക്കുമെന്നും, അത് ഒരു അക്കൗണ്ട് ഒന്നല്ല 5-6 അക്കൗണ്ടൊക്കെ എന്തായാലും തുറക്കുന്നൊക്കെ ഇതിനോടകം തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്തായാലും സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവരൊക്കെ എത്ര വേണമെങ്കിലും സ്വപ്നം കണ്ട് നിർവൃതി അടയട്ടെ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും കനത്ത പോളിംഗ് ആണ് ഇപ്രാവശ്യം നമ്മൾ കണ്ടത്. ഇതിൽ ജനങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ പോളിംഗ് ശതമാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. 883 സ്ഥാനാർത്ഥികൾ, 23 ദിവസം നീണ്ടുനിന്ന ചൂടേറിയ പ്രചരണം, 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകൾ, 2,71,00,000 വോട്ടർമാർ. ആകെ പോൾ ചെയ്തത് 78.20% വോട്ടർമാർ. വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് തന്നെ ഇത്തവണ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആർക്കാണ് അനുകൂലമായി മാറുക? ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്? നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. നമ്മൾ നടത്താൻ പോകുന്ന ഈ പ്രവചനം ഏതെങ്കിലും രീതിയിൽ ശരിയാകുമെന്നുള്ള 100% വിശ്വാസം ഒരിക്കലും നമുക്കില്ല. എന്നാൽ പോലും 90% ഇതായിരിക്കും ഫലം എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ 70.05% പോളിംഗ് നടന്നത്. ജില്ലയിൽ നേമം, വട്ടിയൂർക്കാവ് പോലുള്ള കടുത്ത മത്സരങ്ങൾ അരങ്ങേറുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരം. ഇതിനോടകം തന്നെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരൻ ശക്തമായിട്ട് ജയിച്ച് കയറുക തന്നെ ചെയ്യും. അടുത്തത് കൊല്ലമാണ്. കൊല്ലത്ത് പോൾ ചെയ്ത വോട്ടുകൾ 76.27%. നമുക്കറിയാം കൊല്ലത്താണ് ബിന്ദു കൃഷ്ണ എന്ന കരുത്തുറ്റ നേതാവ് മത്സരിക്കുന്നത്. ഇത്തവണ അവർ കൊല്ലം പിടിച്ചടക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പത്തനാപുരം മണ്ഡലം വളരെ നിർണായകമായ ശക്തമായിട്ട് മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഇത്തവണ പത്തനാപുരം മണ്ഡലത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നും കാലങ്ങളായി അവർ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA ഇത്തവണ പത്തനാപുരംകാർ മാറ്റി നിർത്തുമെന്ന് തന്നെയാണ് പത്തനാപുരത്തെ വോട്ടർമാരിൽ നിന്ന് അഭിപ്രായങ്ങൾ വരുന്നത്. പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം താരതമ്യേന കുറവാണ്. കേവലം 70.76% മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് ഉണ്ടായത്. ആലപ്പുഴയിൽ 77.40% പോൾ ചെയ്ത വോട്ടുകൾ. അരൂരും അമ്പലപ്പുഴയും വളരെ നിർണായകമായ 2 മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ G. സുധാകരൻ വലിയ രീതിയിൽ വിജയം നേടുമെന്ന് ഇതിനോടകം തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അത്തരത്തിലാണ് അമ്പലപ്പുഴയിലെ UDFന്റെ പ്രവർത്തനവും ആളുകളുടെ പ്രതികരണവും ഉണ്ടായിരുന്നത്. പാർട്ടി കോട്ടയായ അമ്പലപ്പുഴയിൽ ഇത്തവണ ആ കോട്ട G. സുധാകരൻ പൊളിച്ചെടുക്കുമെന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. കോട്ടയത്ത് 74.56% പോൾ ചെയ്ത വോട്ടുകൾ. ത്രികോണ മത്സരം നടക്കുന്ന പാല, പൂഞ്ഞാർ, ഏറ്റുമാനൂർ തുടങ്ങിയ മേഖലകൾ ഈ ജില്ലയിലാണ്. ഈ 3 മേഖലയിലും വലിയ വിജയം UDF ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ചില നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അവിടെ നിന്ന് ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടും ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. ഇടുക്കിയിൽ 77.15% പോളിംഗ് രേഖപ്പെടുത്തിയത്. UDFന്റെ വലിയൊരു മുന്നേറ്റം സംഭവിക്കുന്ന ജില്ലയായിരിക്കും ഇടുക്കി എന്ന് തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ നഗരമണ്ഡലമായ എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് നിന്ന് ഏകദേശം 79.76% പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ.
എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വോട്ടിംഗ് ആണത്. ജില്ല എറണാകുളം ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും UDFന്റെ വലിയൊരു വിജയം, പൂർണ്ണമായിട്ടുള്ള വിജയം എറണാകുളത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൃശ്ശൂരിൽ നിന്ന് 77.10% വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. തൃശ്ശൂരിലും സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, വലിയൊരു വിജയമാണ് UDFന് തൃശ്ശൂരും കാത്തുവെച്ചിരിക്കുന്നത്. പാലക്കാട് വോട്ട് ചെയ്യപ്പെട്ടത് 80.54% വോട്ടുകളാണ്. വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാലക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി എന്നീ മേഖലകളിൽ കടുത്ത മത്സരമാണ് നടന്നത്. പട്ടാമ്പിയിൽ ജനങ്ങൾ മടുത്ത ഒരു MLA ഇത്തവണ ജനങ്ങൾ തൂക്കിയെറിയുമെന്ന് ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പാലക്കാട് എന്തെങ്കിലും രീതിയിൽ പണം നൽകി പാലക്കാട്ടുകാരുടെ അഭിമാനത്തെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് രമേശ് പിഷാരടിയുടെ വലിയ വിജയത്തോടെ പാലക്കാട് കേരളത്തോട് വിളിച്ചു പറയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പാർട്ടി കോട്ടയായ ഒറ്റപ്പാലത്തും വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടാക്കുമെന്നും വലിയ രീതിയിലുള്ള അട്ടിമറി ഉണ്ടാകുമെന്നും ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മലപ്പുറത്ത് പോൾ ചെയ്തത് 79.70% വോട്ടുകളാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല, 16 മണ്ഡലങ്ങളും UDF തൂത്തുവാരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തൂത്തുവാരുന്നു മാത്രമല്ല, ഇടത് കോട്ടയായ ചെങ്കോട്ടയായ തവനൂരിൽ മലപ്പുറം സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം PR നടത്തിക്കൊണ്ടിരിക്കുന്ന KT ജലീൽ തോൽവി അറിഞ്ഞിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ നിലവിലെ സ്പോർട്സ് മന്ത്രിയായ V അബ്ദുറഹ്മാൻ തിരൂരിൽ തോറ്റിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ പച്ചക്കോട്ടയാണ് മലപ്പുറം. ആ കോട്ട അട്ടിമറിക്കാൻ പോയിട്ട് ഒരു വിള്ളൽ ഉണ്ടാക്കാൻ പോലും ഇടതുപക്ഷത്തിന് സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം നമ്മൾ നോക്കിയാൽ മതി. 16 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുക UDFന്റെ ഏത് കാൻഡിഡേറ്റ് ആണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെട്ടത് ഏറനാട്ടിലും കൊണ്ടോട്ടിയിലുമാണ്. ഇത് രണ്ടും തൊട്ടടുത്ത മണ്ഡലങ്ങളിലാണ്. കൊണ്ടോട്ടിയിലെ UDF സ്ഥാനാർത്ഥി TP അഷ്റഫ് അലി ആണോ, ഏറനാട്ടെ UDF സ്ഥാനാർത്ഥി PK ബഷീർ ആണോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുക എന്നുള്ളത് മാത്രമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ പ്രശ്നം. അത് ഒന്നും നോക്കാനില്ല, പരിപൂർണമായിട്ടുള്ള ഒരു സർവാധിപത്യം UDFനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തുണ്ടാകും. അടുത്തത് കോഴിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട ജില്ല നിലവിൽ കോഴിക്കോടാണ്. 81.26%. കോഴിക്കോട് സൗത്ത്, പേരാമ്പ്ര, കുന്നമംഗലം, തിരുവമ്പാടി, നാദാപുരം ഈ 5 മണ്ഡലങ്ങളും ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്ന് മാത്രമല്ല, പൊതുവെ നിയമസഭയിൽ അത്ര വലിയ സ്വാധീനമില്ലാത്ത UDF കോഴിക്കോട് ഇപ്രാവശ്യം വിജയം കൊണ്ട് വിപ്ലവം തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. LDF കൺവീനർ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന പേരാമ്പ്രയിൽ അദ്ദേഹം പരാജയപ്പെടുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് വയനാടാണ്. 78.81% വയനാട്ടിലെ പോളിംഗ്. ഇടതുപക്ഷത്തിന്റെ കുപ്രചരണങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് വയനാട്ടിലും വലിയ വിജയം UDFന് നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. കണ്ണൂരിൽ 78.46% പോൾ ചെയ്ത വോട്ടുകൾ. പുത്തുപറമ്പ്, തളിപ്പറമ്പ്, അഴീക്കോട്, പയ്യന്നൂര് എന്നീ പാർട്ടി കോട്ടകളിലൊക്കെ വലിയ രീതിയിൽ അട്ടിമറിയാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തളിപ്പറമ്പ്. ആ മണ്ഡലത്തിൽ CPMന്റെ സ്വന്തം പാർട്ടി പ്രവർത്തകർ പോലും ഇത്രയേറെ അസ്വസ്ഥത പ്രകടിപ്പിച്ച മറ്റൊരു മണ്ഡലം കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ കാണിച്ചത് സ്വജനപക്ഷപാതമാണ്. അതിനെതിരെ കടുത്ത രീതിയിൽ സഖാക്കൾ ഉൾപ്പെടെയുള്ള CPM അണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കടുത്ത രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് തളിപ്പറമ്പിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കൂത്തുപറമ്പ് സീറ്റും UDF പിടിച്ചെടുക്കും. അഴീക്കോടും പാർട്ടി കോട്ടയായ പയ്യന്നൂരും UDF പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. കാസർഗോഡ് പോൾ ചെയ്യപ്പെട്ടത് 78.84%. വലിയ രീതിയിലുള്ള പോളിംഗ് കാസർഗോഡ് സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് മഞ്ചേശ്വരമാണ്. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രം വരുന്ന BJP സ്ഥാനാർത്ഥിയാണ് മഞ്ചേശ്വരത്തുള്ളത്. അതേസമയം UDFന്റെ അഷ്റഫ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥി വലിയ രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ മഞ്ചേശ്വരത്ത് സ്വാധീനമുണ്ടാക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മഞ്ചേശ്വരത്ത് നിലവിലെ MLA ആയ അഷ്റഫ് ഉണ്ടാക്കി വെച്ചത്. എന്തായാലും അവിടെ UDFന് വിജയം ഉറപ്പായി കഴിഞ്ഞ മണ്ഡലമാണ് മഞ്ചേശ്വരം. മറ്റൊന്നുള്ളത് തൃക്കരിപ്പൂരാണ്. EMSഉം നായനാരും മത്സരിച്ച് പാർട്ടിയുടെ ചെങ്കോട്ടയായ തൃക്കരിപ്പൂർ. എന്നാൽ ആ ചെങ്കോട്ട ഇത്തവണ സന്ദീപ് വാര്യർ പൊളിച്ചടുക്കുമെന്നാണ് കാസർഗോഡ് നിന്നും വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്.
വലിയ രീതിയിലാണ് ജനങ്ങളുടെ പിന്തുണ സന്ദീപ് വാര്യർക്ക് തൃക്കരിപ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ സ്വാധീനം ഈ വോട്ടിൽ കാണുമെന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ തൃക്കരിപ്പൂർ എന്ന ചെങ്കോട്ട സന്ദീപ് വാര്യർ എന്ന UDF സ്ഥാനാർത്ഥി പൊളിച്ചടുക്കിയിരിക്കുമെന്നുള്ള കാര്യം 110% ഉറപ്പാണ്. അങ്ങനെ മൊത്തം കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റമാണ് UDFന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. ഏതാണ്ട് 100 മുതൽ 113 വരെ സീറ്റ് നേടി UDF കേരളത്തിൽ വലിയ രീതിയിലുള്ള മാസ് തിരിച്ചറിവ് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്രയും ദിവസം UDFനെ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകൾ പോലും പല സമുദായ നേതാക്കന്മാരും വലിയ രീതിയിൽ ഇതിനോടകം തന്നെ UDFനെ അനുകൂലിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വാസ്തവം. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ജനങ്ങൾ എത്രയെന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രിയായി എന്നുള്ള കാരണത്താൽ ഇത്രയേറെ അഹങ്കരിച്ച് നടക്കുന്ന ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്ന ആളുകളെ സഹിക്കാം. ജനങ്ങൾക്ക് മടുത്തു. ഒരു പുതിയ നേതൃത്വമാണ് ഇനി കേരളത്തിന് വേണ്ടത്. ഒരു പുതിയ ഭരണ സംവിധാനമാണ് ഇനി കേരളത്തിന് വേണ്ടത്. സുതാര്യമായിട്ടുള്ള വികസന പ്രവർത്തനമാണ് ഇനി കേരളത്തിന് വേണ്ടത്. അല്ലാതെ അഹങ്കാരവും സ്വജനപക്ഷപാതവും ജനങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരിയെ കേരളത്തിന് വേണ്ട. അത് കേരള ജനത ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു വോട്ടിംഗ് ശതമാനം കേരളത്തിൽ ഉണ്ടായത്. ഇത് കേവലം ഒരു കാറ്റാണ്. വരാൻ പോകുന്ന സുനാമിക്ക് മുന്നേ ഉള്ള വലിയൊരു കാറ്റ്. ആഞ്ഞടിക്കാൻ പോകുന്ന സുനാമിയിൽ പല ഇടതുകോട്ടകളും തകർന്ന് തരിപ്പണമായേക്കാം. ചില കോട്ടകൾ ഒരിക്കലും ഇടതുപക്ഷത്തിന് ഇനി കിട്ടാനേ പോകാത്തതാവും, കിട്ടാനേ സാധ്യതയില്ലാത്ത കോലത്തിലാവും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൃക്കരിപ്പൂർ. നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞത് ഈ വോട്ടിംഗ് പാറ്റേൺ തുടർ ഭരണത്തിനുള്ള ജനങ്ങളുടെ സമ്മതമാണ് എന്നാണ്. അദ്ദേഹം എന്ത് കണ്ടിട്ടാവും അങ്ങനെ പറയുന്നത്? അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കട്ടോ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്ക്. വളരെ വീക്കാണ്. ഒരു ആത്മവിശ്വാസം ഇല്ലാതെയാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കണക്കൂട്ടിയാൽ മതിയല്ലോ. ശരി, ഓക്കെ. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാന്നാണ് പറഞ്ഞത്. അത് വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞാൻ പറയാ. അന്നേരം പറയാ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതപ്പോ പറയാം. ഓക്കെ. ഒരു കാര്യം ഉറപ്പാണ്, സമ്പൂർണമായിട്ടുള്ള ഒരു തോൽവി പിണറായി വിജയൻ ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു സമ്പൂർണമായിട്ടുള്ള തോൽവി ഉണ്ടായ അടുത്ത ദിവസം പിണറായി വിജയനെ എടുത്ത് CPM പുറത്തെറിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര വലിയൊരു തോൽവിക്ക് കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അതേസമയം പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ ബോഡി ലാംഗ്വേജ് നോക്കൂ. അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ 100% സംഭവിക്കുമെന്ന് അദ്ദേഹം ശക്തമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. പൊതുപ്രവർത്തകർ നോക്കണ കാര്യമല്ലേ, ഞാൻ ജയിക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞു. എന്നോടുള്ളൊരു ചോദ്യമാണ്, വെല്ലുവിളി നിറഞ്ഞൊരു ചോദ്യമാണ്. UDF തോറ്റാൽ താങ്കൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഞാൻ പറഞ്ഞത് സാങ്കല്പിക ചോദ്യമാണ്. UDF തോക്കില്ല, UDF ജയിക്കും. തോറ്റാൽ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞാൻ രാഷ്ട്രീയ വനവാസത്തിലും എൻ്റെ തീരുമാനമാണ്. ഞാൻ ചെയ്യും. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചെയ്യും. എൻ്റെ വാക്ക് എല്ലാവരുടെ വാക്ക് പോലെ അല്ല. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പക്ഷെ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരും. BJPയുടെ നേതാവ് പറയുന്നത് BJP നിർണായക ശക്തിയാകും, മുഖ്യമന്ത്രിസഭ വരും എന്നൊക്കെയാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കണ്ടോട്ടെ എന്ന് വെക്കില്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളില്ല. എന്തായാലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് UDF സുനാമിയാണ്. പല കോട്ടകളും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPMന്റെ ഏറ്റവും വലിയ നേതാവ് പോലും ഈ സുനാമിയിൽ കടപുഴകും എന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും 25 ദിവസങ്ങൾ കൂടിയുണ്ട്. 25 ദിവസങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാൻ. 4-ാം തീയതിയാണ്, മെയ് 4-ാം തീയതിയാണ്. അതുവരെ BJPക്കാർക്കും CPMക്കാർക്കും പല മനപ്പായസങ്ങളും ഉണ്ണാം. 25 ദിവസം സമയമുണ്ട്. നിങ്ങൾ ഇഷ്ടം പോലെ മനപ്പായസം ഉണ്ടോളൂ. വരാൻ പോകുന്നത് UDF സുനാമിയാണ്. അത് ഞങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പെട്ടെന്നൊരു ദിവസം ഒരു സുനാമിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന് പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.